ഹലോ! കഫേകളുടെയൊക്കെ സ്റ്റാർ ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആണ് ട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള സിംഗർ ചിക്കൻ ആയാലും, ഫ്രഞ്ച് ഫ്രൈസ് ആയാലും, ചീസ് സോസ് ആയാലും ഒക്കെ ഹോം മെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? ഒരു ബൗളിലേക്ക് 1 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. മോരാണ്. ഇനി മോരില്ലെങ്കിൽ 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് അത് ഈ മോരിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, നല്ല ജീരകമാണ്. ഇനി 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗാർലിക് പൗഡർ ഇപ്പം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് ട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് വേണ്ടത്. ബോൺലെസ് ചിക്കൻ ആണ്, 250 ഗ്രാം ഉണ്ട് ട്ടോ. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു മണിക്കൂർ മിനിമം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പീസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ തിൻ പീസസ് ആക്കാം. ഇതിവിടെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. അത് 2 പൊട്ടറ്റോ ഉണ്ട്, ഇതും 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊട്ടറ്റോയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഒക്കെ നമുക്ക് പോയി കിട്ടും. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ, ലോഡഡ് ഫ്രൈസിനുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ ഇത്, അതാണ് സൈസ് കുറച്ച് കുറവ്. പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിളക്കാൻ തുടങ്ങുന്ന സമയം, അതായത് ചെറിയ രീതിയിൽ തിള വന്ന സമയം മുതൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ തിൻ സ്ലൈസസ് ആയിട്ടാണ് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റിന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇത് നിരത്തി വെച്ചിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുത്തിട്ട് ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്കും മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊട്ടറ്റോമിലും കോൺസ്റ്റാർച്ച് എത്തിയെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് കൂടുതലായിട്ടുള്ള കോൺസ്റ്റാർച്ചുള്ള ഭാഗം ഇതുപോലെ തുടച്ച് കളഞ്ഞു കൊടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാ പൊട്ടറ്റോയും ചെയ്തെടുക്കാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാൻ പോവാണ്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ. അതിനായിട്ട് കുറച്ചധികം തന്നെ ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ചൂടായോ എന്ന് അറിയാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകമാണ്. അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതൊരു 6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഷെയ്ഡൊക്കെ മാറി വരും. നമുക്ക് പൊട്ടറ്റോ ഉള്ളിൽ ബോയിൽ ചെയ്ത് കാരണം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുറംഭാഗം നല്ല ക്രിസ്പി ആയി കിട്ടാനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു വട്ടം കൂടെ ഫ്രൈ ചെയ്യണം. അപ്പോൾ സൂപ്പർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചീസ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എല്ലാ ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചീസ് സോസ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചീസ് സോസ് റെഡി ആക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അടുത്ത് തന്നെ വെക്കണം കേട്ടോ. പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ തീ ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ മൊത്തം എടുക്കുന്നത്. 1/2 കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ 1/2 കപ്പ് പാൽ തന്നെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാംസ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെഡാർ ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് പാല് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഹോട്ട് സോസ് ചേർത്ത് കൊടുക്കാം. നോർമൽ റെഡ് ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല.
അതില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചീസ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുക്കാം. പിന്നെ ഒരു കപ്പ് മൈദയും തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ആക്കി കുടഞ്ഞെടുക്കണം. ഈ കുടഞ്ഞെടുക്കുന്നതാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ ലെയർ ചിക്കന് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കുടഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് തണുത്ത വെള്ളത്തിലേക്കിട്ട് ഒരു 5 സെക്കൻഡ് മാത്രം ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് വീണ്ടും മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. ഒരേ കയ്യിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ മൈദ പെട്ടെന്ന് നനഞ്ഞു പോകും. അതുകൊണ്ട് മൈദയിലേക്ക് ഒരു കൈയും വെള്ളത്തിലേക്ക് ഒരു കൈയും വേണ്ടി മാറ്റി വെക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂടായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ ഹൈ ഫ്ലെയിമിലേക്ക് പോകാനും പാടില്ല. ഇങ്ങനെ ഒരു 6 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ ഇത് കുക്കായി കിട്ടും. കാരണം ബോൺലെസ് ആണ്, പിന്നെ അധികം വലിയ പീസുകളും അല്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഔട്ടർ ലെയറിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സിംഗർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ക്രിസ്പി ടെക്സ്ചർ നമുക്ക് കിട്ടുക. കറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസുകളും ഏകദേശം ഒരേ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഓവൻ പ്രൂഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ബേസ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കനും ഇവിടെ ബാക്കി വെച്ചത് ഉപ്പാക്ക് ഇങ്ങനെ സോസ് യൂസ് ചെയ്തിട്ടുള്ള ഡിഷുകളൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഉപ്പാക്ക് ചിക്കൻ മാത്രം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഉപ്പാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിച്ചത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി ചീസ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും സോസ് എത്താൻ ശ്രദ്ധിക്കണേ. ഇനി വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓവനിൽ വെച്ചിട്ട് ചീസ് മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത്. അല്ലെങ്കിൽ ഒരു കടായിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതുപോലെ ഒരു 10 മിനിറ്റ് ചൂടാക്കിയിടുക. എന്നിട്ട് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഒരിക്കലും ഇത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റവ് ടോപ്പിൽ കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാലോ. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ചീസ് സോസും പിന്നെ ചീസും അടിപൊളിയല്ലേ മക്കളെ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ. അത്രയും ടേസ്റ്റാണ്. ടേസ്റ്റ് പറഞ്ഞ് കൊതിപ്പിച്ചത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കൂലല്ലോ. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.